കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുവോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ലിങ്ക് ചെയ്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സുവോളജിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡ് ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജീവനുകളുടെ ലോകം അല്ലെങ്കിൽ ജീവികളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ലൈഫ്, എന്താണ് ജീവൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. ലൈഫ് ഈസ് ഡിഫൈൻഡ് ആസ് a complex organization of molecules expressed through chemical reaction. It lead to growth, development, responsiveness, adaptation, and reproduction. That is the definition of life. അന്തം വിട്ടിരിക്കണ്ട, വളരെ സിമ്പിൾ സാധനമാണ്. നമ്മളതിൻ്റെ ഇംഗ്ലീഷിലെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ സംഭവം എന്നുള്ളത്. ലൈഫ് ഈസ് ഡിഫൈൻഡ് ആസ് എ കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾ. മക്കൾ, മോളിക്യൂൾസുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? തന്മാത്രകൾ. കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ മോളിക്യൂൾസ്, തന്മാത്രകൾ. ശരിക്കും ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാലേ, ജീവികൾ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. കെമിസ്ട്രിൻ്റെ സാറ് കേൾക്കണ്ട. ജീവികൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ശരിക്കും കെമിക്കലാണ്, മൊത്തം കെമിക്കലാണ്, ബോഡി മൊത്തം കെമിക്കലാണ്. നമുക്കറിയില്ലേ നമ്മുടെ ബോഡിയിൽ എന്താ ഉള്ളത്? പ്രോട്ടീൻ, പിന്നെന്താ കാർബോഹൈഡ്രേറ്റ്, പിന്നെന്താ ഉള്ളത്? ലിപ്പിഡ്, പിന്നെന്താ ഉള്ളത്? അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, എക്സെട്ര. ഇതൊക്കെ കെമിക്കൽസ് അല്ലേ? എന്താ വാട്ടർ? H2O. എന്താണ് കാർബോഹൈഡ്രേറ്റ്? ഒരു എക്സാമ്പിൾ പറയുന്നത് C6H12O6. കെമിസ്ട്രിയിലുള്ള കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്മാത്രകൾ കൂടി ചേർന്നത് അല്ലേ? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? അതും കുറേ അമിനോ ആസിഡുകൾ കൂടി ചേർന്നത്. ഈ RNA ഉണ്ട്, DNA ഉണ്ട് എന്നൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? അതെന്താ? RNA എന്ന് പറഞ്ഞാൽ കെമിക്കലാ. എന്തൊക്കെ RNA അല്ലെങ്കിൽ DNA ഉണ്ടാവുക? നൈട്രജൻ ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. ഇതൊക്കെ കെമിക്കൽ അല്ലേ? കെമിസ്ട്രിയിൽ പഠിച്ച സാധനങ്ങളല്ലേ? അപ്പോൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസുകളായിരിക്കും. തന്മാത്രകളുടെ സങ്കീർണമായ ഒരു ഘടനയായിരിക്കും. ഓക്കെ, ഇനി എക്സ്പ്രസ്ഡ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. ആ തന്മാത്രകൾക്ക്, ആ മോളിക്യൂൾസിന്, ഇനി ഞാൻ തന്മാത്ര ഉപയോഗിക്കില്ല കേട്ടോ, ആ മോളിക്യൂൾസിന് കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഈ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ആ കോംപ്ലക്സ് സ്ട്രക്ചറിന്റെ, ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ഉണ്ടാവുക, ഡെവലപ്മെന്റ് ഉണ്ടാവുക, റെസ്പോൺസീവ്നെസ്, അഡാപ്റ്റേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഈ 4 സ്റ്റേജസ് ഉണ്ടാവുക. എന്താണ്? അതിന്റെ വളർച്ച സംഭവിക്കുക, അതിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുക, റെസ്പോൺസീവ്നെസ് 10th പഠിച്ചില്ലേ? സ്റ്റിമുലൈ ഉണ്ട്, ഉദ്ദീപനം ഉണ്ട്, അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള ശേഷി. റെസ്പോൺസീവ്നെസ്, പ്രതികരണ ശേഷി. ഒരു സ്റ്റോണിനെ, ഒരു കല്ലിനെ പോയി തൊട്ടു, കല്ല് തിരിച്ച് എന്തെങ്കിലും റെസ്പോൺസ് തരും? ഒരു റെസ്പോൺസും തരില്ല അല്ലേ? ഒന്നും ഉണ്ടാവില്ല. എന്നാലോ നമ്മൾ ചില പ്ലാന്റ്സിനെയോ അല്ലെങ്കിൽ ആനിമൽസിനെയോ നമ്മൾ ടച്ചിലൂടെയോ വേറെ എന്തെങ്കിലും സ്റ്റിമുലയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യൂലേ, പ്രതികരിക്കൂലേ? അപ്പോൾ റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ, ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതയാണ്. അഡാപ്റ്റേഷൻ, സിറ്റുവേഷൻ അനുസരിച്ച് മാറാനുള്ള ശേഷി. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ്സ്, കുട്ടികൾ ഉണ്ടാവാനുള്ള കപ്പാസിറ്റി, അതിൻ്റെ അടുത്ത തലമുറ ഉണ്ടാവാനുള്ള കപ്പാസിറ്റി. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് ലൈഫ് എന്ന് വിളിക്കുക. ലൈഫ് ഉള്ളതിനെയാണ് ലിവിങ് ഓർഗാനിസം എന്ന് വിളിക്കുക. പറഞ്ഞ ക്ലിയർ ആയോ? Okay, അപ്പോൾ എന്താ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത്? ഡിഫൈൻഡ് ലൈഫ് ഈസ് ഡിഫൈൻഡ് ആസ്
കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾ. മോളിക്യൂൾസിൻ്റെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും റെസ്പോൺസീവ്നെസ്സും അഡാപ്റ്റേഷനും റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അതിന് ലൈഫുള്ള സാധനം എന്ന് വിളിക്കും, ലിവിങ് ഓർഗാനിസം എന്ന് വിളിക്കും. പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടോ? റൈറ്റ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, എന്താണത്? Characters of living organism. Characters of living organism. Living organismത്തിന്റെ characters എന്തൊക്കെയാണ്? We are going to discuss the 5 different characters of living organism. 5 characters living organismത്തിൻ്റെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Number 1, growth. Number 1, growth. Number 2, reproduction. Number 1 is growth and number 2 is reproduction, and number 3 is metabolism, and number 4 cellular organization, and number 5 is consciousness. Right. ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? ഇസ് ഗ്രോത്ത്. ഒന്നാമത്തെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രോപ്പർട്ടി, ക്യാരക്ടർ എന്ന് പറയുന്നത് ഗ്രോത്താണ്, വളർച്ച എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഗ്രോത്ത്, എന്താണ് വളർച്ച എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണ്ടേ? ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് നമ്പർ. മാസും നമ്പറും കൂടുന്നതിനെയാണ് ഗ്രോത്ത് എന്ന് വിളിക്കുക. മാസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഓർഗാനിസത്തിൻ്റെ, ഒരു ജീവിയുടെ മാസ് കൂടുക അത് ഗ്രോത്താണ്. അല്ലെങ്കിൽ ഇപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ഒക്കെ ഇല്ലേ, അമീബയൊക്കെ പഠിച്ചിട്ടില്ലേ മക്കളെ ചെറിയ ക്ലാസ്സിൽ? അതിങ്ങനെ വളർന്ന് 2 മുറിയൂലേ? അപ്പോൾ ഒരു അമീബയിൽ നിന്ന് 2 അമീബ ഉണ്ടാവില്ലേ? ഇല്ലേ? അപ്പോൾ അവിടെ നമ്പർ കൂടൂലേ? അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് കൂടുതൽ സെല്ലുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ അവിടെ സെല്ലിൻ്റെ നമ്പർ കൂടുന്നില്ലേ? ഇല്ലേ? അപ്പം മാസ് കൂടുകയോ നമ്പർ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത്. പ്ലാന്റ്സിലും ഗ്രോത്ത് നടക്കുന്നുണ്ട്, ആനിമൽസിലും ഗ്രോത്ത് നടക്കുന്നുണ്ട്. പ്ലാന്റ്സിലും ഗ്രോത്ത് ഉണ്ട്, ആനിമൽസിലും ഗ്രോത്ത് ഉണ്ട്. എന്നാൽ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഗ്രോത്ത് ഒരുപോലെയാണോ? അല്ല. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ്. ഒരു പ്ലാന്റ് വളരാൻ തുടങ്ങിക്കഴിഞ്ഞാലേ അതിങ്ങനെ ഇപ്പോൾ 10 വർഷം നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ 10 വർഷത്തോളം ഫുള്ള് വളർന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റെമ്മ് വെട്ടിയാലും ഫ്ലവർ പിക്ക് ചെയ്ത് ഒഴിവാക്കിയാലും അതിൻ്റെ ഫ്രൂട്ട്സ് എടുത്താലും ലീഫ് എടുത്താലും പുതിയത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പ്ലാന്റ് 100 വർഷം കഴിഞ്ഞിട്ടാണ് നശിക്കുന്നുണ്ടെങ്കിൽ ആ 100 വർഷം ആ പ്ലാന്റ് വളർന്നുകൊണ്ടേയിരിക്കും. 500 വർഷം ഒരു പ്ലാന്റ് നിലനിൽക്കുകയാണെങ്കിൽ 500 വർഷം പ്ലാന്റിലെ ഗ്രോത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ റൈറ്റ്. ഇന്ന് ആനിമൽസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഗ്രോത്ത് അപ് ടു സെർട്ടൈൻ ഏജ്. ഒരു പ്രത്യേക പ്രായം വരെ, ഏജ് വരെ മാത്രമേ ആനിമൽസിൽ ഗ്രോത്ത് നടക്കുള്ളൂ. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിനെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഹ്യൂമൻ ബീയിങ്സിൽ കുട്ടിയിൽ ഗ്രോത്ത് ഇങ്ങനെ നടക്കും. കുട്ടി ജനിക്കുന്നു, അങ്ങനെ കുട്ടിയുടെ വളർച്ചകൾ ഓരോ സമയത്ത് നമുക്ക് വളർച്ച ഇങ്ങനെ തിരിച്ചറിയാലോ. 1 വയസ്സാകുമ്പോഴേക്ക് കുട്ടി കുറച്ചും കൂടെ ഒക്കെ കയ്യും കാലൊക്കെ ഒന്ന് വളർന്ന് വലുതായി നടക്കാനൊക്കെ തുടങ്ങും. ഒരു 5 വയസ്സാകുമ്പോഴേക്ക് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഉഷാറായി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന പ്രായമാവും. 10 വയസ്സാകുമ്പോഴേക്ക് കുട്ടിയുടെ ഹൈറ്റ് കൂടും, കയ്യിൻ്റെയും കാലിൻ്റെ ഒക്കെ വലിപ്പം കൂടിയിട്ടുണ്ടായിരിക്കും. 15 വയസ്സ് 16 വയസ്സാകുമ്പോൾ ഏകദേശം നിങ്ങളെപ്പോലെ ആയിട്ടുണ്ടാവും. നിങ്ങളും 1 വയസ്സായ കുട്ടി ഒരുപോലെ അല്ലല്ലോ, ഡിഫറൻസ് ഇല്ലേ? ഇനി ഏകദേശം ഒരു 20-21 വയസ്സാകുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഒക്കെ വളർച്ച നടന്ന് കുറച്ചും കൂടെ ഒക്കെ ഹൈറ്റൊക്കെ വെച്ച് വേറെയുള്ള ബോഡിയിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഒരു 10-21 വയസ്സ് കഴിയുന്നത് വരെ. അത് കഴിഞ്ഞാലോ പിന്നെ വളരൂല, പിന്നെ കൈ നീളം വെക്കൂല, കാല് പിന്നീട് നീളം വെക്കൂല. ഒരു 10-21 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഗ്രോത്ത് ഹോർമോൺസിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ആവും. പിന്നെ എത്ര ശ്രമിച്ചാലും നമ്മൾ വളരൂല. നമ്മളെന്നല്ല ഒരു ആനിമലും വളരൂല. എന്നാൽ വളരുന്ന ചില പാർട്ടുണ്ട് കേട്ടോ, അത് എക്സെപ്ഷണൽ കേസാണ്. നമ്മളെ നഖം മുറിച്ച് കഴിഞ്ഞാൽ പുതിയത് വരൂലേ, മുടി മുറിച്ച് കഴിഞ്ഞാൽ പുതിയത് വരൂലേ, അത് എക്സെപ്ഷനാണ്. ചില പാർട്ടുകൾ മാത്രമാണ്.
ഒരു ആനിമലും ഒരു സെർട്ടൈൻ ഏജ് കഴിഞ്ഞാൽ വളരൂല. ഹ്യൂമൻ ബീങ്സിന്റെ കേസ് ആണെങ്കിൽ ഒരു 10-22 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വളരൂല. പിന്നെ എത്ര തൂങ്ങിയിട്ടും കാര്യമില്ല, ഹൈറ്റ് വെക്കൂല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ആനിമൽസിന്റെ ഗ്രോത്ത് അപ് ടു എ സെർട്ടൈൻ ഏജ്, പ്ലാന്റ്സിന്റെ ഗ്രോത്ത് കണ്ടിന്യൂസ് ആണ്. ഏതുവരെ? ആ പ്ലാന്റ് നശിക്കുന്നത് വരെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ മക്കൾക്ക്? ക്ലിയർ ആയിട്ടുണ്ടോ? എന്നാൽ ആനിമൽസിൽ ആ 22-ന് ശേഷം, ഇപ്പം ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ 22 വയസ്സിന് ശേഷവും ഗ്രോത്ത് നടക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് മാത്രം അറിയോ? റീപ്ലേസിങ് ദി ഡാമേജ്ഡ് സെൽ. റീപ്ലേസ് ഡാമേജ്ഡ് സെൽ. ഡാമേജ് ആയ സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാളുടെ കൈ മുറിഞ്ഞു, എല്ല് പൊട്ടിപ്പോയി, കുറച്ച് കാലമൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കഴിഞ്ഞാലടാ ഒരു 3 മാസമോ 6 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അയാളെ കൈ നോർമൽ ആവില്ല. അല്ലാതെ കൈ മുറിഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ആ മുറിഞ്ഞ കൈയേറ്റടക്കുക ചെയ്യുക ഒരു എല്ല് പൊട്ടിയാൽ? അല്ലല്ലോ. അപ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? അവിടെ കുറച്ച് സെല്ലുകൾ ഡാമേജ് ആയിട്ടുണ്ടാവും, ഡെഡ് ആയിട്ടുണ്ടാവില്ലേ, ആ സെല്ലുകളൊക്കെ റീപ്ലേസ് ചെയ്ത് പുതിയത് ഉണ്ടാക്കും. ടോട്ടൽ നമ്പർ ഓഫ് സെല്ല് കൂടുമോ? കൂടൂല. എന്തേ? ഫോർ എക്സാമ്പിൾ ഒരു 1000 സെല്ലുണ്ട്, 1000 സെല്ലുണ്ട്, 10 സെല്ല് നശിച്ചു. ഇപ്പോൾ ബാക്കി എത്രയുള്ളത്? 990 അല്ലേ? ആണല്ലോ. ഈ 10 സെല്ല് നശിച്ചില്ലേ, ആ 10 സെല്ല് മാത്രം പുതിയതുണ്ടാവും. വീണ്ടും 1000 തന്നെ ആയിട്ടുള്ളൂ, നമ്പർ കൂടിയിട്ടില്ലല്ലോ. ഇല്ലല്ലോ. റൈറ്റ്. അങ്ങനെയാണ് റീപ്ലേസിങ് മാത്രമാണ് അനിമൽസിൽ ഒരു സെർട്ടൈൻ ഏജ് കഴിഞ്ഞാൽ നടക്കുക. എന്നാൽ പ്ലാന്റ്സിൽ അങ്ങനെയല്ല, പുതിയ സെല്ലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പ്ലാന്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പുതിയ ബ്രാഞ്ചുകളും പുതിയ ലീഫും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഇനി ഞാൻ പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിന്റെ മാത്രം പ്രോപ്പർട്ടി ആണോ എന്നുള്ളതാണ്. ഓക്കെ, അതിനെ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഓർ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിന് നമുക്ക് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആൻഡ് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്. എന്താണെന്നറിയോ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? നമുക്കതിനെ പോയിന്റ് ചെയ്യാൻ കഴിയില്ല. നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സാധനമാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കൊരാൾക്ക് ഇന്ന ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യണം. പേരൊന്നും നമുക്കറിയില്ല, ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കൂടെ ഇവിടെ വേറൊരു 4 പേരും കൂടെ നിൽക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ചോ. ഓക്കെ, അപ്പോൾ ഒരു ക്യാരക്ടർ പറയാൻ പോവാണ്, ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറയാൻ പോവാണ്. ആ ക്യാരക്ടർ എനിക്കുണ്ട്, അതെൻ്റെ കൂടെയുള്ള വേറൊരാൾക്കുണ്ടെങ്കിൽ അതെൻ്റെ നോൺ ഡിഫൈനിങ് ക്യാരക്ടർ. എന്നെ മാത്രം ഡിഫൈൻ ചെയ്യാനുള്ള ക്യാരക്ടർ അല്ല, നോൺ ഡിഫൈനിങ് ക്യാരക്ടറാണ്. ഫോർ എക്സാമ്പിൾ ഒരാൾ പുറത്ത് പോയിട്ട് ഇന്ന സാർ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ വൈറ്റ് ഷർട്ട് ഇട്ടുള്ളെങ്കിൽ അതെൻ്റെ ഡിഫൈനിങ് ക്യാരക്ടറാണ്. ആ വരുന്ന ആൾക്ക് എന്നെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൂടെ? എന്നാൽ ഞങ്ങൾ 5 പേര് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഒരാളും കൂടെ വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം ക്യാരക്ടറാണോ? അല്ല, എൻ്റെ ക്യാരക്ടറാണ്, എൻ്റെ ഫീച്ചറാണ്. പക്ഷെ മറ്റൊരാൾക്കും കൂടെ ഇല്ലേ, അപ്പോൾ അതെൻ്റെ നോൺ ഡിഫൈനിങ് ആണ്. പറഞ്ഞ് മനസ്സിലായോ? ക്ലിയർ ആയിട്ടുണ്ടോ? പറഞ്ഞേ. ഡിഫൈനിങ്ങും നോൺ ഡിഫൈനിങ്ങും. നോൺ ഡിഫൈനിങ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിനുണ്ട്, പക്ഷെ അതിൽ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഓക്കെ, ഇനി ഡിഫൈനിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ ഉള്ളൂ, അതിൽ ഒരു എക്സെപ്ഷനും ഇല്ല. അതാണ് ഡിഫൈനിങ് ക്യാരക്ടർ. റെഡി അല്ലേ? റൈറ്റ്. ഗ്രോത്ത് ഡിഫൈനിങ് ആണോ നോൺ ഡിഫൈനിങ് ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മൾ എന്താ പറഞ്ഞ? ഗ്രോത്ത് ഇൻക്രീസ് ഇൻ മാസ് അല്ലേ? ഒരു കല്ലിനെ സങ്കല്പിച്ച് നോക്ക്. ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടി ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാം. റോഡരികിൽ ഒരു കല്ല് കിടക്കുന്നുണ്ട്. 2 വർഷം ആ കല്ല് എടുക്കുമ്പോഴേക്ക് ആ സൈഡിൽ നിന്നൊക്കെ പൊടി വന്ന് അടിഞ്ഞ് ആ കല്ലിൻ്റെ മാസ് കൂടിയിട്ടുണ്ടാവും. ഇല്ലേ? അല്ലേ? അപ്പോൾ മാസ് കൂടി എന്ന് പറഞ്ഞാൽ കല്ലിന് ഗ്രോത്ത് നടന്നു. ഇൻക്രീസ് ഇൻ മാസ് അല്ലേ? ആണോ? ഒറിജിനൽ ഗ്രോത്ത് അല്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഡെഫിനേഷനായിട്ട് ഒരു സാമ്യമില്ലേ അതിന്? അപ്പോൾ അത് നമുക്ക് ലിവിങ് ഓർഗാനിസത്തിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണെന്ന് പറയാൻ കഴിയോ? ഇല്ല. സോ ദാറ്റ്സ് എ റീസൺ ഗ്രോത്ത് ഈസ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഗ്രോത്ത് ഈസ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഒന്നും കൂടെ ഞാൻ പറയാം ഗ്രോത്തിൻ്റെ കാര്യം. ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് നമ്പർ. മാസ് കൂടുക, നമ്പർ കൂടുക. അനിമൽസിലാണെങ്കിൽ ഒരു സെർട്ടൈൻ ഏജ് വരെ ഗ്രോത്ത് നടക്കും, പിന്നീട് റീപ്ലേസിങ് മാത്രമേ നടക്കുള്ളൂ. നശിച്ച സെല്ലുകൾ മാത്രം പുതിയതുണ്ടാക്കും. പ്ലാന്റ്സിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നടക്കും. ഓക്കെ, റെഡിയാണോ പറഞ്ഞത്?
ഒബ്ജക്ട്സിൻ്റെ മുകളിൽ അക്യുമുലേഷൻ്റെ ഭാഗമായിട്ട് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മാസ് കൂടാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. കാരണം കല്ലിൻ്റെ മുകളിൽ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടിയാലും മാസ് കൂടും അല്ലേ? അതുകൊണ്ട് ഗ്രോത്ത് നോൺ ഡിഫൈനിങ് ആണ്, ഡിഫൈനിങ് അല്ല. ക്ലിയർ? ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് റീപ്രൊഡക്ഷൻ. എന്താ റീപ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ്സ്. പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ്സ്. ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു എന്താണ് ഓഫ്സ്പ്രിങ്സ് എന്ന് പറഞ്ഞ കുട്ടികൾ, അടുത്ത തലമുറ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഓഫ്സ്പ്രിങ്സ് ആണ് നിങ്ങൾ. ഇനി നിങ്ങൾക്ക് കുട്ടി ഉണ്ടായാലോ അത് നിങ്ങളുടെ ഓഫ്സ്പ്രിങ്സ് ആണ്, മക്കൾ, അടുത്ത തലമുറ. അതാണ് ഓഫ്സ്പ്രിങ്സ് ഓർ പ്രോജനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡിയാണല്ലോ? അങ്ങനെ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുന്നതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. റീപ്രൊഡക്ഷൻ രണ്ട് മെത്തേഡാണുള്ളത്. നമ്പർ 1 എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഏതാണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഒന്നാമത്തത്. സെക്കൻഡ് വൺ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. രണ്ട് മെത്തേഡാണ്, എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാരന്റിൽ നിന്ന് അതിൻ്റെ ജനറേഷൻ ഉണ്ടാവുക. എങ്ങനെയപ്പോൾ അമീബ ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണം ആവാം. ഒരു അമീബയിൽ നിന്ന് 2 അമീബ ഉണ്ടാവുക. റീപ്രൊഡക്ഷൻ അല്ലേ? അല്ലേ? പക്ഷെ ഒറ്റ അമീബല്ലേ ഉള്ളൂ അവിടെ. ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുക, ഒന്നല്ലേ ഉള്ളൂ, അങ്ങനെ ഡിവൈഡ് ചെയ്തുണ്ടാവുക. റെഡിയാണല്ലോ? റൈറ്റ്, അത് ഡിവൈഡ് ചെയ്തുണ്ടാവുക. അതാണ് റീപ്രൊഡക്ഷൻ. എസെക്ഷൽ. സെക്ഷൽ എന്ന് പറഞ്ഞാൽ 2 പാരൻസ് ഉണ്ടാവും. അച്ഛനും ഉണ്ടാവണം, അമ്മയും ഉണ്ടാവണം, മെയിൽ ഉണ്ടാവണം, ഫീമെയിൽ ഉണ്ടാവണം. എന്നിട്ട് അവർ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇൻവോൾവ് ആവണം. എന്നിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. മക്കൾ ഇപ്പോൾ ടേംസ് മാത്രം അറിഞ്ഞിരിക്കുക. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ്സ് ആണ്. റീപ്രൊഡക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. ഓക്കെ, ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിഫൈനിങ് ക്യാരക്ടർ ആണോ നോൺ ഡിഫൈനിങ് ക്യാരക്ടർ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ നോൺ ഡിഫൈനിങ് ക്യാരക്ടർ ആണ്. റീപ്രൊഡക്ഷൻ ഇസ് ദി നോൺ ഡിഫൈനിങ് ക്യാരക്ടർ. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് ക്യാരക്ടർ ആണ്. എന്തുകൊണ്ടാണ് നോൺ ഡിഫൈനിങ് ക്യാരക്ടർ ആകുന്നത്? ഞാൻ പറയാം. നോൺ ലിവിങ് ഒബ്ജക്റ്റുകളൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യില്ല, പേടിക്കണ്ട. പിന്നെ എന്തുകൊണ്ടാണെന്നറിയോ? ചില ഓർഗാനിസത്തിന് റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയില്ല. ചില ഓർഗാനിസത്തിന് റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ എഴുതാം എക്സാമ്പിൾസ്. മ്യൂൾ, വർക്കർ ബി ആൻഡ് ഇൻഫെർട്ടൈൽ ഹ്യൂമൻ ഫീമെയിൽ. എക്സെട്ര. ഈ 3 എക്സാമ്പിൾസ് ആണ് നമുക്ക് NCERT-യിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തത് മ്യൂളാണ്. മ്യൂൾ എന്ന് പറഞ്ഞാൽ കോവർ കഴുതാന്ന് കേട്ടിട്ടുണ്ടായിരിക്കും മക്കൾ. അതെങ്ങനെയാ ഉണ്ടാവുകയെന്നറിയോ? അറിഞ്ഞോ? മെയിലായിരിക്കുന്ന ഡോങ്കിയും ഫീമെയിലായിരിക്കുന്ന ഹോഴ്സും തമ്മിൽ ഇൻ്റർകോഴ്സ് ഉണ്ടാവുന്ന അവർ 2 പേരും കൂടെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കുണ്ടാകുന്ന കുട്ടിയാണ് മ്യൂൾ എന്ന് വിളിക്കുന്നത്, കോവർ കഴുത എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതായത് ആണായ കഴുത പെണ്ണായ കുതിരയും തമ്മിൽ ഇന്റർകോഴ്സ് ഉണ്ടായിട്ട് അവർക്കുണ്ടാകുന്ന കുട്ടിയാണ് മ്യൂൾ, കോവർ കഴുത എന്ന് പറയുന്ന സാധനം. അപ്പൊ മ്യൂളിന്റെ പ്രത്യേകത, ആ മ്യൂളിന് ഒരിക്കലും കുട്ടി ഉണ്ടാവില്ല, ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവില്ല, റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയൂല. കോവർ കഴുതക്ക് പിന്നീട് കോവർ കഴുതന്റെ കുട്ടി ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ മ്യൂളിന് റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയില്ല. അതിനർത്ഥം മ്യൂൾ നോൺ ലിവിങ് ആണെന്നാണോ? കല്ലും മണ്ണൊക്കെ പോലെ ആണെന്നാണോ? അല്ല, ജീവനുണ്ട്, പക്ഷെ റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത് നോൺ ഡിഫൈനിങ് ആയത്. ക്ലിയർ ആണോ പറഞ്ഞേ? റൈറ്റ്. നോക്ക്, ഇനി നമ്മൾ പറഞ്ഞ ഇൻഫെർട്ടൈൽ ഹ്യൂമൻ ഫീമെയിൽ. നിങ്ങൾക്ക് ഒരുപാട് പേരെ അറിയാൻ കഴിയും, കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളൊക്കെ അയക്കണം, പക്ഷെ അവർക്ക് മക്കളില്ല, ആ സ്ത്രീക്ക് കുട്ടികളില്ല. അവരെ നമ്മൾ ഇൻഫെർട്ടൈൽ എന്നാണ് വിളിക്കുക. ഓക്കെ, എന്താ ഇൻഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ? മക്കൾ ഉണ്ടാകാത്ത ഹ്യൂമൻ ഫീമെയിൽ. അപ്പൊ അവർക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയാത്തതിന് അർത്ഥം അവർക്ക് ജീവനില്ല എന്നാണോ? അല്ലല്ലോ, അവർക്ക് ജീവനുണ്ടല്ലോ, അവർ സംസാരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, വളർച്ച ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ മക്കൾ ഉണ്ടാവുന്നില്ല, റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല.
ക്ലിയർ അല്ലേ? അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസ് അല്ലേ? സോ ദാറ്റ്സ് എ റീസൺ റീപ്രൊഡക്ഷൻ ഈസ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഓക്കെ, ദെൻ വർക്കർ ബീസ് ഹണി ബീസിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിലൊന്നാണ് വർക്കർ ബീ. ആ വർക്കർ ബീക്കും അവരുടെ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല, അവർ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ 3 എക്സാമ്പിൾ ഫോർ വൈ ദ റീപ്രൊഡക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. മക്കളോട് ചോദിക്കും ഗ്രോത്ത് എന്തുകൊണ്ടാണ് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ഇത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റിൻ്റെ മുകളിൽ അക്യുമുലേഷൻ നടന്നു കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റിൻ്റെ മാസ് കൂടും. ഡസ്റ്റ് വന്ന് അക്യുമുലേറ്റ് ചെയ്താലും പൊടിപടലങ്ങൾ വന്ന് അക്യുമുലേറ്റ് ചെയ്താലും ആ ഒബ്ജക്റ്റിൻ്റെ മാസ് കൂടും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഗ്രോത്ത് നോൺ ഡിഫൈനിങ് ആണ്. റീപ്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് നോൺ ഡിഫൈനിങ് ആയത്? റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയാത്ത ചില ലിവിങ് ഓർഗാനിസങ്ങൾ ഉണ്ട്. എക്സാമ്പിൾ മ്യൂൾ, worker bee, infertile couple. That's the reason reproduction is included in a non-defining property. Right. മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ്. That is metabolism. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം is the sum total of all chemical reaction. എന്താണ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ? The sum total of all chemical reaction take place in living organism. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ, അതിനെയാണ് മെറ്റബോളിസം എന്ന് വിളിക്കുക. ഉപാപചയ പ്രവർത്തനം. The sum total of all chemical reaction takes place in the living organism. ഒരു ജീവനുള്ള വസ്തുവിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻ, A to Z റിയാക്ഷൻ ഒന്നും ഒഴിവാക്കണ്ട, എല്ലാം മെറ്റബോളിസത്തിന്റെ ഭാഗമാണ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ. മലയാളം മീഡിയം മക്കൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഉപാപചയ പ്രവർത്തനങ്ങൾ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് മെറ്റബോളിസം. ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. സോ വാട്ട് ഡിഫൈൻ മെറ്റബോളിസം? Metabolism is defined as sum total of all chemical reaction take place in a living organism. ഒരു ജീവനുള്ള വസ്തുവിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും കൂടെ ചേർത്ത് ഒന്നിച്ചു പറയുന്ന പേരാണ് മെറ്റബോളിസം. ഓക്കെ, മെറ്റബോളിസം 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് അനാബോളിസം ആൻഡ് സെക്കൻഡ് വൺ കാറ്റബോളിസം. അനാബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് പറയാം. അനാബോളിസം ആൻഡ് കാറ്റബോളിസം. എന്താണ് അനാബോളിസം? അനാബോളിസം is a synthesis process. Catabolism is a breakdown process. അനാബോളിസം എന്ന് പറഞ്ഞാൽ സിന്തസിസ് പ്രോസസ് ആണ്. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ പ്രോസസ് ആണ്. സിന്തസിസ് ഓർ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, കുറേ കല്ലും മണ്ണും സിമെൻറ്റും ഒക്കെ ചേർത്ത് ബിൽഡിംഗ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്, അത് കൺസ്ട്രക്ഷൻ എന്നാണ് വിളിക്കുക. അങ്ങനെ ലിവിങ് ഓർഗാനിസത്തിലെ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ സിന്തസിസ് എന്ന് വിളിക്കുക. ഇനി വേറൊരു ബിൽഡിംഗ് പൊളിക്കുകയാണ്, വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ബിൽഡിംഗ് പൊളിച്ച് കളയാണ്, അതിനെയാണ് നമ്മൾ ഡിസ്ട്രക്ഷൻ എന്ന് വിളിക്കുക, ഓർ ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുക. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഹ്യൂമൻ ബീയിങ്സിൽ അല്ലെങ്കിൽ ഓൾ ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സുകൾ ഒന്നെങ്കിൽ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വലിയ സംഭവങ്ങളെ പൊളിക്കുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ അനാബോളിസം എന്ന് പറഞ്ഞാൽ സിന്തസിസ് പ്രോസസ് അല്ലേ? അപ്പോൾ എന്താ, അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ചെറിയ ചെറിയ അമിനോ ആസിഡ് കൂടി വലിയ പ്രോട്ടീൻ ഉണ്ടാവില്ലേ ചെയ്യുക? ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ അനാബോളിസം. കാറ്റബോളിസം വലിയൊരു സാധനം, സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആവൂലേ? വലുതല്ലേ സ്റ്റാർച്ച്, അത് മുറിച്ച് ഒരുപാട് ഗ്ലൂക്കോസ് കിട്ടൂലേ? അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? കാറ്റബോളിസത്തിന് എക്സാമ്പിളാണ്. ഓർത്ത് വെക്കുക ഒരു സിമ്പിൾ ഐഡിയ. എന്താ ആനബോളിസം എന്ന് പറയരുത് കേട്ടോ. ആന വലുതല്ലേ, അപ്പോൾ വലുതുണ്ടാക്കുന്ന പരിപാടിയെയാണ് അനാബോളിസം എന്ന് വിളിക്കുക. കാറ്റബോളിസം, കാറ്റ് ചെറുതല്ലേ, അപ്പോൾ വലുതിനെ ചെറുതാക്കലാണ് എന്ത്? കാറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി അത് എല്ലാ ലിവിങ് ഓർഗാനിസവും കാണിക്കും. മെറ്റബോളിസം ഒരു ലിവിങ് ഓർഗാനിസം കാണിക്കുന്നില്ലേ, അത് ഡെഡായി, കുഴി കുഴിക്കാനുള്ള സമയമായി, കഥ തീർന്നു. ലിവിങ് ഓർഗാനിസം ആണോ, അത് യൂണിസെല്ലുലാർ ആയാലും ശരി, മൾട്ടി സെല്ലുലാർ ആയാലും ശരി, അത് കാണിച്ചിരിക്കും മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ അത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആണല്ലോ.
ആണല്ലോ. സോ മെറ്റബോളിസം ഇസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ലിവിങ് ഓർഗാനിസം ആണ്. ഒരു ലിവിങ് ഓർഗാനിസം നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും കൂടെ ചേർത്തിട്ടാണ് മെറ്റബോളിസം എന്ന് വിളിക്കുക. മെറ്റബോളിസം 2 ടൈപ്പ് ഉണ്ട്. അനാബോളിസവും കാറ്റബോളിസവും, ഉപജയവും അപജയവും. അനാബോളിസം എന്ന് പറയുന്നത് സിന്തസിസ് പ്രോസസ്സാണ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ പുതിയ വലിയ വലിയ സംഭവങ്ങളെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുക. ഓക്കെ, കല്ലുകൾ വെച്ചൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ അനാബോളിസം എന്നുള്ള പേരിൽ വിളിക്കാം. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ വലിയ സാധനത്തിനെ മുറിച്ച് ചെറിയ സാധനങ്ങളാക്കുക, അതാണ് കാറ്റബോളിസം. ഇങ്ങനെ 2 ടൈപ്പാണ് മെറ്റബോളിസത്തിൽ ഉണ്ടാവുക. റെഡിയാണല്ലോ. മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ ലിവിങ് ഓർഗാനിസം കോമൺ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി 4ാമത്തെ പ്രോപ്പർട്ടി, 4th വൺ. What is the 4th property? Cellular organization. Cellular organization. മക്കളെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. മക്കൾക്കറിയാം, സെൽസുകൾ കൂടിച്ചേർന്നിട്ട് ടിഷ്യൂ ഉണ്ടാവും. ടിഷ്യൂ, കലകൾ ഉണ്ടാവും, സെല്ലുകൾ കൂടി ചേർന്നിട്ട്. ഓക്കെ, ടിഷ്യൂ കൂടി ചേർന്നിട്ടാണ് ഓർഗൻ ഉണ്ടാവുക. ഓർഗൻ, അവയവം ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഓർഗൻസുകൾ കൂടി ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത്. ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത്, അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നത്. ഒരുപാട് അവയവ വ്യവസ്ഥ കൂടി ചേർന്നാലാണ് ഒരു ഓർഗാനിസം ഉണ്ടാവുക. ഒരു ഓർഗാനിസം ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മളെ ബോഡി തന്നെ എന്താ, കുറേ ടൈപ്പ് ഓഫ് സെൽസുകളില്ലേ? ആ സെൽസുകൾ കൂടി ചേർന്ന് 4 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ടാവും. ആ 4 ടൈപ്പ് ടിഷ്യൂസുകൾ കൂടി ചേർന്ന് ഓർഗൻസ് ഉണ്ടാവും. സ്റ്റൊമക്ക്, ആമാശയം, ശ്വാസകോശം, അല്ലേ, ലങ്സ്, ഹാർട്ട്, അങ്ങനെ ഒരുപാട് ലിവർ, സ്പ്ലീന്, പാൻക്രിയാസ്, അങ്ങനെ ഒരുപാട് സംഭവം, കിഡ്നി, ഓർഗൻസുകൾ ഉണ്ടാവും. ഈ ഓർഗൻസുകൾ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. ദഹന വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം, ശ്വസന വ്യവസ്ഥ, റെസ്പിറേറ്ററി സിസ്റ്റം, റെഡിയല്ലേ, സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യായന വ്യവസ്ഥ, അങ്ങനെ ഒരുപാട്. ഇങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ കൂടി ചേർന്നാൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഓർഗാനിസം, ഒരു ജീവി എന്ന് വിളിക്കാം. അതാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ആ സെല്ലുലാർ ഓർഗനൈസേഷൻ ആരുടെ മാത്രം പ്രത്യേകതയാണ്? ആരുടെ മാത്രം പ്രത്യേകതയാണ്? ലിവിങ് ഓർഗാനിസത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. സോ സെല്ലുലാർ ഓർഗനൈസേഷൻ, സെല്ലുലാർ organization is a defining property of living organism. Okay, ഇനി നമ്മൾ പറയാൻ പോകുന്ന 5ാമത്തെ 5th പ്രോപ്പർട്ടിയാണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ്, പച്ചമലയാളത്തിൽ അത് പറഞ്ഞാൽ ബോധമുള്ളത്, ബോധമുള്ളത്, തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ, to ability to respond to their surrounding, അതാണ് ഡെഫിനിഷൻ. ability to respond to surrounding. ചുറ്റുപാടിൽ എന്താ നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയുള്ളത്. ആനിമൽസിനുണ്ടല്ലേ, ചുറ്റുപാടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. റെസ്പോൺസ് ടു ദെയർ സറൗണ്ടിങ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു അനിമൽ ഇങ്ങനെ പോവാണ്, ഫ്രണ്ടിലൊരു തടസ്സം കണ്ട് അത് മാറിപ്പോലെ, അപ്പോൾ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പ്ലാന്റിനോന്ന്. പ്ലാന്റിൻ്റെ റൂട്ട് വെള്ളമുള്ള വാട്ടറുള്ള സ്ഥലത്തേക്ക് വളർന്നു പോകാറില്ലേ? അത് തിരിച്ചറിയാനുള്ള ശേഷിയാണ്. എന്നാൽ കല്ലിനോ മണ്ണിനോ അങ്ങനെ സാധിക്കുമോ? സാധിക്കില്ല. ഓക്കെ, ഇനി ഈ കോൺഷ്യസ്നെസ് എല്ലാ ഓർഗാനിസത്തിനുണ്ട്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അനിമൽസിൻ്റെ മാത്രം പ്രത്യേകതയാണ് സെൽഫ് കോൺഷ്യസ്നെസ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സെൽഫ് കോൺഷ്യസ്നെസ്, സ്വന്തമായിട്ട് തിരിച്ചറിയാനുള്ള ചില കപ്പാസിറ്റീസുകൾ ഉള്ളതാണ് ആര്? ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയും ആർക്ക് മാത്രമേ ഉള്ളൂ? ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ ഉള്ളൂ. സോ കോൺഷ്യസ്നെസ്
also a defining property of all living organism. ഇപ്പോൾ ക്ലിയർ ആയി നമുക്ക് എന്താ ഗ്രോത്തും റീപ്രൊഡക്ഷനും നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി, ഗ്രോത്ത് റീപ്രൊഡക്ഷനും നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി, മെറ്റബോളിസവും സെല്ലുലാർ ഓർഗനൈസേഷനും കോൺഷ്യസ്നെസ്സും ഡിഫൈനിങ് പ്രോപ്പർട്ടി. സോ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ലൈഫ് എന്താണെന്ന് പറഞ്ഞു അല്ലേ, ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ 5 പ്രോപ്പർട്ടീസ് ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ടാവുക: ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്. അതിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ക്യാരക്ടേഴ്സ്, ആൻഡ് മെറ്റബോളിസവും സെല്ലുലാർ ഓർഗനൈസേഷനും കോൺഷ്യസ്നെസ്സും ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓർ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്.